ഹായ് ഓൾ, ഇന്ന് നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ വേറൊരു സെക്ഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫൈനലായിട്ട് നമ്മൾ ചെയ്ത സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് പ്രോബ്ലത്തിൽ ഞാനൊരു ഹോംവർക്ക് തരാം കേട്ടോ. ഈ ഹോംവർക്ക് ഒന്ന് ചെയ്തിട്ട് പറയണം ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. ക്വസ്റ്റ്യൻ മിസ് ഒന്ന് വായിക്കാം. A tells only lies on Monday, Tuesday and Wednesday and speaks only the truth for the rest of the week. സത്യം പറയുന്നത് മൺഡേയും ട്യൂസ്ഡേയും വെനസ്ഡേയും മാത്രമാണ്. ആഴ്ചയിലെ ഈ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ദിവസങ്ങളിലൊക്കെ സത്യം പറയും. ബി ടെൽസ് ഓൺലി ലൈസ് ഓൺ തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. കള്ളം പറയുന്നത് തേഴ്സ്ഡേയും ഫ്രൈഡേയും സാറ്റർഡേ ആണ്. ആൻഡ് സ്പീക്സ് ഓൺലി ദ ട്രൂത്ത് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ വീക്ക്. ബാക്കി ദിവസങ്ങളിൽ സത്യം പറയും. ഇഫ് ടുഡേ ബോത്ത് ഓഫ് ദം സ്റ്റേറ്റ് ദാറ്റ് ദേ ഹാവ് ലൈഡ് എസ്റ്റർഡേ. അപ്പോൾ ഇന്നത്തെ ദിവസം അവർ പറയാണ് ഇന്നലെ രണ്ടുപേരും കള്ളം പറഞ്ഞ ദിവസമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ഡേ ഇറ്റ് ഈസ് ടുഡേ. അങ്ങനെ അപ്പോൾ ഇന്ന് അവർ പറയാണ് ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വായിക്കുക, ആൻസർ ചെയ്യാം കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റിൽ പറയണേ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അനാലജി എന്ന് പറയുന്നൊരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മക്കളെ, ഇത് വെർബൽ എബിലിറ്റിയിൽ വരുന്ന ഒരു കേസാണ്. വെർബൽ എബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഗേറ്റിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ, ഇത് മിസ്സ് ഗേറ്റിൻ്റെ സിലബസ് ഒക്കെ വലിയ കാര്യത്തിൽ കൊണ്ടുവന്നതാണ്, കാണാൻ പറ്റുന്നുണ്ടോ മിസ്സിന് അറിയില്ല. ഗേറ്റിൻ്റെ സിലബസ് നോക്കിയാൽ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ വെർബൽ എബിലിറ്റിയിൽ വരുന്നതാണ് ശരിക്കും അനലോജി എന്ന് പറയുന്നത്. അപ്പോൾ CSIR നെറ്റിന് ഇത് ചോദിക്കുമെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഇത് ചോദിക്കത്തില്ലായിരുന്നു. പക്ഷേ 2019 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ 2019 തൊട്ട് 2025 വരെ സജീവമായിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസാണ് അനലോജി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ CSIR നെറ്റിൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷൻ അധികം കാണാൻ പറ്റില്ല. കാരണം വെർബൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സിലബസിലില്ല. പക്ഷേ ഞാൻ പറഞ്ഞുല്ലോ 2019 തൊട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ്, അതായത് ഒത്തിരി ഇംഗ്ലീഷും കുറച്ച് റിലേഷൻഷിപ്സൂടെ ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് CSIRന് വരാൻ തുടങ്ങിയത്. അപ്പോൾ മിസ്സ് വിചാരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഗേറ്റിൻ്റെയും CSIRൻ്റെ ആകെ 6 ക്വസ്റ്റ്യൻസ് എന്തോ ഉള്ളൂ 2025 വരെ ഉള്ളത്, അതും ചെയ്യാമെന്നാണ് ഇന്ന്. അപ്പോൾ ആദ്യം മിസ്സ് കുറേ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണിക്കുന്നത്. കാരണം അത് ബേസായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ CSIRൻ്റെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം ഏതായാലും എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഇത് ഏതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ വെർബൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ വെർബൽ എബിലിറ്റിയുടെ സെക്ഷനിലും CSIRന് ഇത് പ്രത്യേകിച്ച് സിലബസിൽ കൊടുത്തിട്ടില്ല. എന്നാലും ലോജിക്കൽ റിസണിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് റിലേഷൻഷിപ്പിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ റീസണിങ് എന്ന് വേണമെങ്കിൽ എൻ്റെ മക്കൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ചില സമയത്ത് നമുക്ക് എക്സാംസിനൊക്കെ എക്സ്ട്രാ കയറി വരുമല്ലോ, അങ്ങനെയുള്ളൊരു സെറ്റ് ഓഫ് കാര്യങ്ങളാണ്. പക്ഷെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അനലോജി എന്ന് വെച്ചാൽ അനലോജി എന്താണെന്ന് വെച്ചാൽ ഇപ്പം എയും ബിയും തമ്മിലുള്ള റിലേഷൻ പറയും. ഇപ്പം എ എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റിൻ്റെ നെയിമോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ട്, ഇപ്പം ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ട് ബി എന്ന് പറയുന്നൊരു പ്ലാനറ്റാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സിയും ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ഞാൻ എക്സാമ്പിൾ കാണിക്കും. ഇപ്പം നോക്കിയേ, ആ പ്ലാനറ്റിൻ്റെ കാര്യം വിട്ടേക്ക്, ഇത് നോക്കിയടാ. അനലോജി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ എബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടു ഐഡൻറ്റിഫൈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ്, കൺസെപ്റ്റ്, ഐഡിയാസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളത്. ദേ ആർ ലൈക്ക് എ എന്ന് പറയുന്നത് ബിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ആ C ഈസ് ടു D ടൈപ്പ് ക്വസ്റ്റ്യൻ. നോക്കി എക്സാമ്പിൾ നോക്കി, ക്യാറ്റ് ഈസ് ടു കിറ്റൺ. അങ്ങനെയാണെങ്കിൽ ഡോഗ് ഈസ് ടു, അതായത് ഇതിന് തന്നിരിക്കുന്ന ക്യാറ്റ് എന്ന് പറയുന്നത് അഡൽട്ടായിട്ടുള്ള ആനിമലാണ്, അതിൻ്റെ കുട്ടിയാണ് കിറ്റൺ. അപ്പോൾ എയും ബിയും തമ്മിലുള്ള റിലേഷൻ അഡൽട്ടും കുട്ടിയും. അങ്ങനെയാണെങ്കിൽ ഡോഗ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യും? ഡോഗ് എന്ന് പറയുന്നത് അഡൽട്ടാണ്, അതിൻ്റെ കുട്ടി പപ്പി. അപ്പം അതാണ് അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം ഇതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ എൻ്റെ മക്കൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്കും ഒക്കെ പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയത് ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്തിട്ട് പറയണേ.
ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു പോവാം കേട്ടോ. ഒത്തിരി ഇതിൻ്റെ കാര്യം പറയാനില്ല, ക്വസ്റ്റ്യൻസ് ചെയ്യാനേ ഉള്ളൂ. അനലോജി എന്ന് പറയുന്നത് 2 തരത്തിലുള്ള അനലോജിയാണുള്ളത്. വേർബൽ അനലോജി ഉണ്ട്, നോൺ വേർബൽ അനലോജി ഉണ്ട്. നോൺ വേർബൽ അനലോജി പേടിക്കേ വേണ്ട, നമുക്ക് വരാറേ ഇല്ല. വേർബൽ അനലോജിയാണ് നമുക്ക് വേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ഫോർ ഗേറ്റ് ആണ് കൂടുതലും. വേർബൽ അനലോജി തന്നെ പലതരത്തിലുണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. സിനനംസ് അല്ലെങ്കിൽ ആൻറ്റനം, ഐറ്റം, കാറ്റഗറി, പാർട്ട്, ഹോൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ടാണ് ഉള്ളത്. ഇനി ഇത് ഓരോന്ന് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അതിന് മുമ്പ് അനലോജി പറഞ്ഞുല്ലോ. അനലോജി എന്ന് പറയുന്നത് എ കമ്പാരിസൺ ബിറ്റ്വീൻ വൺ തിങ് ആൻഡ് അനദർ ടിപ്പിക്കലി ഫോർ ദ പർപ്പസ് എന്നാണ്. പർപ്പസ് ഓഫ് എക്സ്പ്ലനേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ. അതൊന്നും ഒത്തിരി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക കേട്ടോ. ഹൗ ടു സോൾവ്, ഇതൊക്കെ ഞാൻ എക്സ്ട്രാ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഗേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം മിസ്സ് പറയാൻ പോകുന്നത്. ഗേറ്റിൽ വേറൊരു കാര്യം ചോദിക്കും. അപ്പോൾ ഗേറ്റിൽ ചോദിക്കുന്നതാണ് സിനനംസും ആൻറ്റനംസും. നമ്മൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഡിഗ്രിക്കൊക്കെ ഫിസിക്സുകാർക്ക് പഠിക്കുന്ന ഒരു ടോപ്പിക് ഇംഗ്ലീഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ അകത്ത് നമുക്ക് സിനനംസും ആൻറ്റനംസും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് മിസ്സ് വിചാരിക്കുന്നു. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിനെ ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ സബ്ജക്റ്റിലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പോൾ പേടിക്കാനായിട്ട് മാത്രം ഒന്നുമില്ല കേട്ടോ. മിസ്സ് ഏതെല്ലാം പറഞ്ഞുതരാം. എൻ്റെ മക്കൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, സിനനംസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മലയാളത്തിൽ പര്യായങ്ങൾ പഠിക്കുമല്ലോ. അപ്പോൾ അതിനെയാണ് ശരിക്കും ഇംഗ്ലീഷിൽ സിനനംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണിൻ്റെ പര്യായമായിട്ട് നമ്മൾ നേത്രം, മിഴി എന്നൊക്കെ പഠിക്കുന്ന പോലെ ഒരു പെർട്ടിക്കുലർ ഇംഗ്ലീഷ് വേർഡിനെ ആ സെയിം അർത്ഥത്തിൽ തന്നെ വേറൊരു വാക്ക്, മിഴി എന്ന് പറഞ്ഞാലും കണ്ണെന്ന് പറഞ്ഞാലും സെയിം അല്ലേ, ആ സെയിം സെൻസ് തന്നെയാണ് സിനനംസ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ആൻറ്റോണിയംസ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം സന്തോഷം, അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിപരീതം സങ്കടം എന്ന് പറയുന്ന പോലെ ഹാപ്പി, അൺഹാപ്പി അങ്ങനെ പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിനെയാണ് പറയുക. എന്ത്? ഒരു മിനിറ്റ്. ഓക്കെ. അപ്പം ആൻറ്റനം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റാണ്, സിനനംസ് എന്ന് വെച്ചാൽ സെയിം ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞാൽ എന്താണ്, ആൻറ്റനത്തിൻ്റെ എക്സാമ്പിളായിട്ട് നോക്കിയേ. അറൈവ് എന്ന് വെച്ചാൽ വന്നു അല്ലേ, എത്തി. ഡിപ്പാർട്ട് എന്ന് വെച്ചാൽ ഡിപ്പാഷർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എയർപോർട്ടിൽ നമ്മൾ പറയില്ലേ, ഡിപ്പാർട്ട് ചെയ്തെന്ന് വെച്ചാൽ വിട്ടുപോയി. അറൈവ് എന്ന് വെച്ചാൽ വന്നു, ഡിപ്പാർട്ട് എന്ന് വെച്ചാൽ പോയി. അക്സെപ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, റിജക്റ്റ് എന്ന് വെച്ചാൽ തള്ളി. അപ്പോൾ അതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്. ഇനി സിനനംസ് എന്താ? സിനനംസ് നോക്കിയേ, സെയിം വേർഡാണ്. അസിസ്റ്റ് എന്ന് വെച്ചാൽ ഒരാളെ അസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാമെന്നർത്ഥം. ഇറർ എന്ന് വെച്ചാൽ മിസ്റ്റേക്ക് എന്നർത്ഥം. അങ്ങനെ സെയിം വേർഡ് മീനിങ്. ഓക്കെ, ഇനി ഞാൻ വേർബൽ അനലോജിയിലെ ഓരോ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് സിനനം. സിനനം എന്ന് വെച്ചാൽ പര്യായ പദം. ആൻറ്റനം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വാക്ക്. അടുത്തത് ഐറ്റവും കാറ്റഗറി എന്നും പറഞ്ഞിട്ട് വേർബൽ അനലോജി വരുന്നുണ്ട്. ഇപ്പോൾ ഐറ്റം എന്ന് വെച്ചാൽ സ്പാരോ ഒരു ഐറ്റം ആണ്, അതിൻ്റെ കാറ്റഗറിയാണ് ബേർഡ്. അതായത് ബേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റമാണ് എന്ത്? സ്പാരോ. ഇപ്പം മാംഗോ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ കാറ്റഗറി ഫ്രൂട്ട്സ് ആണ്. അങ്ങനെ. ഓക്കെ, ഇനി അടുത്തത് പാർട്ടും ഹോളും. അതായത് ഒരു പാർട്ട് തരും, അത് മൊത്തം. പാർട്ടെന്ന് വെച്ചാൽ ഇപ്പം മിസ്സ് പറഞ്ഞിരിക്കുന്നുണ്ട് പെറ്റൽ എന്ന് പറയുന്ന ഒരു ഇതൾ. അപ്പോൾ ഇതളിൻ്റെ മൊത്തവും പാർട്ടെന്ന് വെച്ചാൽ ഒരു ഫ്ലവറാണ്. അങ്ങനെ. ഇപ്പോൾ ഫംഗ്ഷനും യൂസേജും ആണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കീ ആണ്. യൂസേജ് എന്ന് വെച്ചാൽ അൺലോക്ക്. അതുപോലെ തന്നെ കോസ്, എഫക്റ്റ്, ഡിഗ്രി, ഇൻറ്റൻസിറ്റി. കോസ്, എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കോഴ്സ് എക്സസൈസ് ആണ്. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് കിട്ടും. ഡിഗ്രി ഓർ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂളാണ്, ഇൻറ്റൻസിറ്റി കോൾഡ് അല്ലേ. ഡ്രിസ്സിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഗ്രി ഡ്രിസ്സിൽ ചെയ്യാന്ന് വെച്ചാൽ ചെറിയ മഴയ്ക്കാണോ ഹെവി മഴയ്ക്കാണോ എന്ന് മിസ്സിന് ഓർമ്മ. ഡ്രിസ്സിൽ ഓക്കെ, മേ ബി ചെറിയ മഴയ്ക്കായിരിക്കും തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് റെയിൻ എന്നുള്ളൊരു കേസാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്താൽ മതി, നിങ്ങളുടെ മൈൻഡിൽ വരണം. നമ്മുടെ അനലോജി ബേസ് ചെയ്തിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും ഈ ടൈപ്പേ വരുള്ളൂ. ഇത്രയും ക്ലാസിഫിക്കേഷൻ, ഒന്നെങ്കിൽ സിനനവും ആൻറ്റനവും, അല്ലെങ്കിൽ ഐറ്റവും കാറ്റഗറി, പാർട്ടും ഹോളും, ഫംഗ്ഷനും യൂസേജും, കോസും എഫക്റ്റും, ഡിഗ്രി. ഇത്രയേ ഉള്ളൂ ആകെ ചോദിക്കാൻ. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ചിലപ്പോൾ കാണും. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, സിമ്പിളാണെന്ന്. ഇതിൽ കോമൺ ട്രാപ്സ് മിസ് എഴുതിയിട്ടുണ്ട്. കോമൺ ട്രാപ്സ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്. ആ തെറ്റുകൾ മനസ്സിലാക്കണേ ആദ്യം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്വസ്റ്റ്യൻസിലേക്ക് ആദ്യം പോവാം കേട്ടോ.
പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ആൻറ്റനംസും കുറച്ച് സിനനംസും ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം. അതായത് ഗേറ്റ് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഗേറ്റിന് മാത്രമേ ഉള്ളൂ ഈ സിനനംസും ആൻറ്റനംസും എന്നുള്ള സെക്ഷൻ. CSIRന് ഈ ഒരു ഇതില്ല, ആൻറ്റനമും സിനനംസും ഒന്നും ചോദിക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ആൻറ്റനംസും സിനനംസും ഒക്കെ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടൊന്ന് കണ്ടുപിടിച്ച് വെക്കുക. അതുമാത്രമല്ല ഡെയിലി നിങ്ങൾ ഒന്ന് രണ്ട് വാക്കുകൾ ഇങ്ങനെ പഠിച്ച് വെക്കുക. അതുപോലെ തന്നെ പുതിയ ഗ്രാമർ, പുതിയ വേർഡ്സ് നമുക്ക് വേണേൽ അത് ഷോർട്സ് ആയിട്ട് ചെയ്യാം. എല്ലാം ചെയ്യണമെന്നുണ്ട്, സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ്. അപ്പോൾ നോക്കട്ടെ, ഞാൻ പറ്റുവാണെങ്കിൽ കുറച്ച് വേർഡ്സ് നമുക്ക് ഡെയിലി ഷോർട്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ മിസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ മക്കളതൊന്ന് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് എങ്ങനെയാണ് എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോടൊന്ന് ചോദിക്കണേ. ഓക്കെ, അപ്പം ഇനിയും PYQs, ഗേറ്റിൻ്റെ PYQസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒയേസിസ് ഇസ് ടു സാൻഡ് ആസ് ഐലൻഡ് ഈസ് ടു ഡാഷ്. അപ്പോൾ ഈ അനലോജി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ഇതൊരു റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. അതായത് ഒത്തിരി മിസ് ഇതിനെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം, കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒയാസിസ് ഈസ് ടു സാൻഡ്, അതായത് ഒയേസിസ് എന്ന് വെച്ചാൽ അപ്പം വാക്കുകളുടെ അർത്ഥം അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒയേസിസ് എന്ന് വെച്ചാൽ സാൻഡിനെ കാണിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഐലൻഡ് എന്തിനെ കാണിക്കുന്നു എന്നാണ്. അപ്പം മിസ് ഓരോന്നിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒയേസിസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ എഴുതുക, സൈഡിൽ ഓരോന്നിൻ്റെ അർത്ഥം എഴുതി പോവുക കേട്ടോ. ഒയേസിസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരുമ്പച്ച എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ഇമാജിൻ ചെയ്യുന്നൊരു കാര്യമില്ലേ, അതായത് ഡെസേർട്ടിൻ്റെ നടുക്ക് ഒരു കുളവോ ഒരു എന്തെങ്കിലും ഒരു സംഭവം, അവിടെ കുറച്ച് പച്ചപ്പ്. നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, എന്താണ് ഗൂഗിളിൽ ഒയാസിസ് എന്താണെന്ന് ഇമേജ് ഒന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്കും അത് തലയിലേക്ക് കയറും. ഇപ്പോൾ ഫുൾ ഡെസേർട്ടായിരിക്കും, അതിൻ്റെ നടുക്കൊരു കുളവോ കുറച്ച് പച്ചപ്പും. ഇപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ്, അതിനെ മൊത്തത്തിലാണ് നമ്മൾ ഒയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒയാസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫുൾ സാൻഡ് വെച്ചിട്ട് കവർ ചെയ്തേക്കുമായിരിക്കും, ചുറ്റും സാൻഡായിരിക്കും, നടുക്ക് മാത്രം കുറച്ച് വെള്ളം. ഇനി അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഒയാസിസ് സാൻഡിനെ റിലേറ്റ് ചെയ്യുമെങ്കിൽ ഐലൻഡ് എന്തിനെ റിലേറ്റ് ചെയ്യുന്നു? അപ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം, ഐലൻഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ചുറ്റും വെള്ളം, നടുക്ക് എന്താണ്? അപ്പോൾ ഇവിടെ ചുറ്റും സാൻഡായിരുന്നു, ഇവിടെ ചുറ്റും വെള്ളവും, നടുക്ക് എന്താണ്? ഒരു ലാൻഡും. അപ്പോൾ ഒയാസിസിൻ്റെ ചുറ്റുമുള്ള കാര്യത്തെയാണ് ഇവർ റിലേറ്റ് ചെയ്തേക്കുന്നത്, ദാറ്റ് ഈസ് സാൻഡ്. അങ്ങനെയാണ് ഐലൻഡിൻ്റെ ചുറ്റും എന്താണ്? വാട്ടറാണ്. അപ്പം ഇത് 2021 ലേറ്റസ്റ്റായിട്ട് ചോദിച്ചതാണ് ഗേറ്റിന് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഐലൻഡ് റിലേറ്റ് ചെയ്യുന്നത് വാട്ടർ കേട്ടോ. അപ്പോൾ ഉത്തരം വാട്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കൂ. ഡാഷ് ഈസ് ടു സർജറി, മിസ് വായിക്കാവേ. ഡാഷ് ഈസ് ടു സർജറി ആസ് റൈറ്റർ ഈസ് ടു ഡാഷ്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് മെയിൻറ്റെയിൻസ് എ സിമിലർ ലോജിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ഈസ് ടു സർജറി, അപ്പം ഞാൻ നോക്കുകയാണ്. പ്ലാൻ ഈസ് ടു സർജറി ആസ് റൈറ്റർ ഈസ് ടു ഔട്ട്ലൈൻ, അത് വരാൻ ചാൻസ് ഇല്ല. ഹോസ്പിറ്റൽ ഈസ് ടു സർജറി ആസ് റൈറ്റർ ഈസ് ടു ലൈബ്രറി. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സർജറി, ദാറ്റ് ഈസ് ആക്ച്വലി ലോജിക്കലി ഇൻകറക്റ്റ്. മെഡിസിൻ ഈസ് ടു സർജറി, അതേ ഒട്ടുമല്ല. ആസ് റൈറ്റർ ഈസ് ടു ഗ്രാമർ. മെഡിസിൻ ഈസ് ടു സർജറി പറ്റില്ല. ഇപ്പോൾ നോക്കി, ആരാ ശരിക്കും സർജറി ചെയ്യുന്നത്? ഡോക്ടർ ഈസ് ടു സർജറി ആസ് റൈറ്റർ. ലുക്കല്ല കേട്ടോ, ബുക്കാണ്. ആസ് റൈറ്റർ ഈസ് ടു ബുക്ക്. ഇത് 2021 ചോദിച്ചതാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇതിൻ്റെയൊക്കെ എന്താ കുഴപ്പം അറിയോ? ഇത് നോർമലി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരല്ലല്ലോ. ഇൻ ദ സെൻസ് നമ്മുടെ മദർ ടങ്ങാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷിൽ ഡെയിലി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് നോർമലി വായിക്കുമ്പോൾ നോർമലി അത് വന്നു പോകും. അപ്പോൾ നമുക്കാണ് കുറച്ച് കൺഫ്യൂഷൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ച് നോട്ട് ചെയ്യുക കേട്ടോ. ഡോക്ടർ ഈസ് ടു സർജറി ആസ് റൈറ്റർ ഈസ് ടു ലുക്കല്ല മക്കളെ, ഇത് ബുക്കാണ് കേട്ടോ, ബുക്ക്. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നൊസ്റ്റാൾജിയ ഈസ് ടു ആൻറ്റിസിപ്പേഷൻ ആസ് ഡാഷ് ഈസ് ടു ഡാഷ്. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നൊസ്റ്റാൾജിയ ഈസ് ടു ആൻറ്റിസിപ്പേഷൻ. അപ്പോൾ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നൊസ്റ്റാൾജിയ എന്തിനെ റിലേറ്റ് ചെയ്യുന്നു? അപ്പോൾ ഇവർ തമ്മിലുള്ള നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻ കിട്ടാൻ. ഏതായാലും നൊസ്റ്റാൾജിയ ഓപ്ഷനിൽ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അങ്ങനെയാണ് തന്നേക്കുന്നത്. ഏതായാലും നൊസ്റ്റാൾജിയ ഈ വേർഡ്സിൽ ആരുമായിട്ടാണ് സിമിലർ? പാസ്റ്റുമായിട്ടാണ് സിമിലർ. ഇനി ആൻറ്റിസിപ്പേഷൻ്റെ അർത്ഥം അറിയണം. ആൻറ്റിസിപ്പേഷൻ എന്ന് വെച്ചാൽ പ്രതീക്ഷ,
ഒരു പ്രതീക്ഷ, മുന്നോട്ട് ജീവിക്കാൻ ഒരു പ്രതീക്ഷ എന്നൊക്കെ പറയില്ല, അതുപോലെ. അപ്പോൾ പ്രതീക്ഷ നൽകുന്നത് പാസ്റ്റ് ആണോ? അല്ല. പ്രതീക്ഷ നൽകുന്ന പ്രസൻറ്റും അല്ല. നമ്മളെപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫ്യൂച്ചറിനെയാണ്. അപ്പോൾ ആൻറ്റിസിപ്പേഷൻ എന്താണെങ്കിലും അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ എഴുതണം, ആൻറ്റിസിപ്പേഷൻ്റെ മീനിങ് എഴുതണം, ഡെയിലി ഇതൊന്ന് നോക്കണം. ആൻറ്റിസിപ്പേഷൻ്റെ മീനിങ് അറിയാത്തവർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻറ്റിസിപ്പേഷൻ പ്രതീക്ഷ. അപ്പോൾ നോക്കിക്കേ, നൊസ്റ്റാൾജിയ ഈ വേർഡ്സിൽ പാസ്റ്റിനെ റിലേറ്റ് ചെയ്യുന്നു, ആൻറ്റിസിപ്പേഷൻ ഇതിൽ ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? പാസ്റ്റ് ഫ്യൂച്ചറിന് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നൊസ്റ്റാലജി ഈസ് ടു ആൻറ്റിസിപ്പേഷൻ ആസ് പാസ്റ്റ് ഈസ് ടു ഫ്യൂച്ചർ. നൊസ്റ്റാലജിയ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നുള്ള റിലേഷൻ എന്തിനെ കാണിക്കുന്നു? പാസ്റ്റ് ഈസ് ടു ഫ്യൂച്ചറിനെ കാണിക്കുന്നു. മനസ്സിലായി? കുറച്ചുകൂടെ CSIRന് ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ കേട്ടോ. ഗേറ്റിനാണ് കുറച്ച് ഗ്രാമാറ്റിക്ക് ചോദിക്കുന്നത്, കാരണം ഗേറ്റിൻ്റെ സിലബസ് ആണല്ലോ വേർബൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതുണ്ട്. ഇനി എൻ്റെ മക്കൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊക്കെ വേണമെങ്കിൽ CSIRന് ചോദിക്കാം കേട്ടോ. ബേർഡ്, ഇത് 2025 ലേറ്റസ്റ്റായിട്ട് ചോദിച്ചതാണ് ഗേറ്റിന്. ബേർഡ് നെസ്റ്റ്, അങ്ങനെയാണ്. ബി എന്താണ്? സിമ്പിളാണ്. ബേർഡ് എന്ന് വെച്ചാൽ നെസ്റ്റ്, അതായത് ബേർഡ് അതിൻ്റെ കൂടാണ് നെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ തേനീച്ചയുടെ കൂട് എന്താണ്? തേനീച്ചയുടെ കൂട് എന്താണ് എന്നറിയണമെങ്കിൽ ഓപ്ഷൻസിലെല്ലാം അറിയണം. കനാൽ എന്ന് വെച്ചാൽ പട്ടിക്കൂട് പോലത്തെ ഒരു സംഭവമാണ് കൂട് എന്നുള്ളത്. പ്രോപ്പർ നമ്മുടെ കണ്ണിലൊരു കൂട് എങ്ങനെയാണോ ഒരു അത്. ഇനിയും പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? കിടന്നുകൊണ്ടാടുന്ന ഒരു ടൈപ്പ് ഓഫ് ഊഞ്ഞാലാണ് ആക്ച്വലി. നമ്മുടെ നോർമൽ ഊഞ്ഞാലല്ല, നമ്മൾ ഈ എന്താ പറയുക, വലിയ വലിയ ഹോട്ടൽസിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ്. നിങ്ങൾ നോക്കണം കേട്ടോ, ഇന്ന് തന്നെ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിന് ഓരോന്നിൻ്റെയും കാര്യങ്ങൾ എന്താണെന്ന് നോക്കണം കേട്ടോ. ഇനിയും ഇതാണ് കറക്റ്റ്, ഹൈവാണ് കറക്റ്റ് തേൻകൂടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അതാ മിസ്സ് പറഞ്ഞത്, ഈ വേർഡ്സിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ ഗേറ്റിന് പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഓരോ ദിവസം ഓരോരോ വേർഡ്സ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2025 അപ്പോൾ ആൻസർ ഏതാ മക്കളെ? മനസ്സിലായോ? ആൻസർ ഇതാണ് കേട്ടോ, സി ആണേ. ഇനി അടുത്ത് നോക്കിയേടാ, ഫിഷ് എന്ന് പറയുന്നത് ഷോൾ, അങ്ങനെയാണെങ്കിൽ ലയൺ എന്തായിരിക്കും? അപ്പോൾ ഷോൾ എന്താണെന്ന് നമുക്ക് അറിയണം. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഷോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷ്, അതായത് നമ്മൾ പറയില്ലേ മീൻകൂട്ടം, ഇതൊന്ന് അടിച്ചു നോക്കണേ, നല്ലൊരു ഇമേജ് നമുക്ക് കിട്ടും. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് മീനുകൾ കടലിനുള്ളിൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഗ്രൂപ്പായിരിക്കും അവർ, ചെറിയ ചെറിയ മീനുകൾ എപ്പോഴും ഗ്രൂപ്പായിട്ടായിരിക്കും സഞ്ചരിക്കുക, അതിനെയാണ് പറയുക. അപ്പം മനസ്സിലായി, ഒരു ഗ്രൂപ്പ് ഓഫ് അതിനെയാണ് പറയുക. അപ്പം ലയണിൻ്റെ ഗ്രൂപ്പിനെ എന്താ പറയുക? ഫോറസ്റ്റ് എന്നല്ല പറയുക. പിന്നെ ഈ സ്കൂളെന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിഷിനെ നമ്മൾ ഷോൾ അല്ലെങ്കിൽ സ്കൂളായിട്ട് പോകുന്നു എന്നും പറയും കേട്ടോ. ഫിഷുകളുടെ സീരീസ് എന്ന് പറയുമ്പോൾ ക്യാൻ ബി യൂസ് ഫോർ റെഫറിങ് ടു തിങ്സ്. ഒരു സീരീസ് ആയിട്ട് നമ്മൾ കാര്യങ്ങളെ അടുക്കി വെച്ചിരിക്കുന്നു. ഐ ജസ്റ്റ് മേക്ക് ഇറ്റ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ ഞാനത് നമ്മൾ പറയൂലേ, സാധനങ്ങളെ സീരീസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം സാധനങ്ങളുടെ ബേസ്. അപ്പോൾ ഇതുമല്ല. അപ്പോൾ സ്കൂളും പ്രൈഡുമാണ് ഒരു ഡൗട്ട് വരുന്നത്. സ്കൂള് ഫിഷിനെ തന്നെയാണ്, സ്കൂൾ ഓഫ് ഫിഷ് എന്ന് നമ്മൾ പറയും. ഇനി പ്രൈഡ്, ഇത് നമ്മൾ ഒരു കാർട്ടൂണോ എന്തോ ഉണ്ടായെന്ന് തോന്നുന്നു, ലയണിൻ്റെ അല്ലേ? കാർട്ടൂണാണോ മൂവിയാണോ മിസ് ഓർമ്മയില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഓർത്താൽ മതി. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് ലയണെ നമ്മൾ പ്രൈഡ് എന്നുള്ളൊരു ബേസിലാണ് പറയുക കേട്ടോ. ഇനി അപ്പോൾ ഇത് 2025 ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പം മിസ് ഇതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിയേടാ, ഗുഡ് ഇവിൽ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നോക്കണം, ഇത് ആൻറ്റനവും സിനനവും ആണോ, എന്താണ് ശരിക്കും, കാറ്റഗറി ആണോ ഐറ്റം ആണോ, അങ്ങനെ നോക്കിയില്ലെങ്കിലും നമുക്ക് മനസ്സിലായാൽ മതി. ഗുഡ് എന്ന് പറയുന്നത് നല്ലത്, എവിൽ എന്ന് പറയുന്നത് പൊട്ട അല്ലെങ്കിൽ ദുഷിപ്പ് അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇത് ഏതെല്ലാം ആൻറ്റനമ എന്ന് വെച്ചാൽ ഇത് ഓപ്പോസിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ജെനുവിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ഇതിൻ്റെ അത് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ വേർഡ്സ് ഒന്ന് നോക്കിക്കേ, നോർമലായിട്ട് പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് ഈ വേർഡിൻ്റെ മീനിങ് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ വേർഡ് അതിനാണ് മിസ്സ് പറഞ്ഞത്, ഡെയിലി എന്ത് ചെയ്യണം, കുറച്ച് വേർഡ്സ്, പർട്ടിക്കുലർ വേർഡ്സ് ChatGPTയോടോ ആരോടെങ്കിലും ചോദിച്ചിട്ടൊന്ന് പഠിച്ച് വെക്കുക. ഗേറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഗേറ്റിൻ്റെ ഇപ്പോൾ ഗേറ്റിൻ്റെ പേപ്പേഴ്സിലുള്ളത് കുറേ നമ്മളിപ്പോൾ തന്നെ ഗേറ്റിന് ഫുള്ളും ഇപ്പോൾ കവർ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ആയിരിക്കും പ്രീവിയസ് ഇയറിലുള്ളത്. അല്ലാണ്ട് നമ്മൾ എഫേർട്ട് ഇട്ട് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. കൗണ്ടർ ഫീറ്റ് എന്ന് വെച്ചാൽ വ്യാജമായിട്ടുള്ള കാര്യം. കൗണ്ടർ ബ്രാൻഡ് എന്ന് വെച്ചാൽ കള്ളക്കടത്ത്. പിന്നെ കൗണ്ടർ ഫോയിൽ എന്ന് വെച്ചാൽ ചെക്ക്, എ പീസ് ഓഫ് ബുക്ക് അല്ലെങ്കിൽ എ പീസ് ഓഫ് പേപ്പറിനെയാണ് ഓപ്ഷൻ സി കാണിക്കുന്നത്. കൗണ്ടർ പാർട്ട് എന്ന് വെച്ചാൽ എതിരാളിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ എന്താണ് തെറ്റ്,
അപ്പോൾ ജെനുവിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ വ്യാജം. ജെനുവിൻ എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് വ്യാജം. അപ്പോൾ കൗണ്ടർഫീറ്റ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചോ, കൗണ്ടർഫീറ്റ് എന്ന് വെച്ചാൽ വ്യാജം, കൗണ്ടർബാൻഡ് എന്ന് വെച്ചാൽ കള്ളക്കടത്ത്, പിന്നെ കൗണ്ടർ പാർട്ട് എന്ന് വെച്ചാൽ എതിരാളി. ഇത് കൗണ്ടർ എന്നാണോ സ്പെല്ലിങ് മാറിപ്പോയതാണോ? എൻ്റെ മക്കൾ ഇതിൻ്റെ ഒന്ന് മീനിങ് നോക്കണേ. കൗണ്ടർ ബാൻഡ് ആണോ, കൗണ്ടർ ബാൻഡ് എന്ന് പറയുന്നൊരു വേർഡ് ആണോ എന്നൊരു ഡൗട്ടുണ്ടല്ലോ. ഇല്ല, കോൺട്രാബാൻഡ് എന്ന് തന്നെയാണ് കേട്ടോ, കള്ളക്കടത്ത്. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ ഓരോ പെർട്ടിക്കുലർ വേർഡ്സിനും പല മീനിങ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് നോക്കണം കേട്ടോ. കോൺട്രാബാൻഡ് എന്ന് വെച്ചാൽ ഇപ്പം തന്നെ പഠിച്ചു പോക്കോ, കള്ളക്കടത്ത്. കോൺട്രാഫീറ്റ് എന്ന് വെച്ചാൽ വ്യാജം. ഇത് ഫോയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലേ, ഫോയിൽ പേപ്പർ ഓർത്താൽ, അപ്പോൾ ഒരു പീസ് ഓഫ് ചെക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് കൗണ്ടർ പാർട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ ന്യൂസിലൊക്കെ പറയത്തില്ലേ കൗണ്ടർ പോയിൻ്റ് എന്നൊക്കെ. അപ്പോൾ അയാളെൻ്റെ കൗണ്ടർ പാർട്ടിലിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു, നമ്മൾ ഡിബറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ കൗണ്ടർ പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എതിരാളി എന്നുള്ളൊരു അർത്ഥമാണ്. കൗണ്ടർ പാർട്ട് എതിരാളി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഗ്ലാഡിയേറ്റർ അരേന ദ ക്വസ്റ്റ്യൻ ബിലോ. അപ്പം അതായത് റിലേഷൻ തന്നേക്കുവാണ് കേട്ടോ, ഇത് ഓപ്ഷൻ അല്ല. ഇത് എന്താണ്, റിലേഷൻ തന്നേക്കാണ്. ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത് ഈസ് ടു അരീന എന്ന് പറയുന്ന ഒരു കേസ് തന്നേക്കുവാണ്. ദ ക്വസ്റ്റ്യൻ ബിലോ കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് റിലേറ്റീവ് വേർഡ്സ് ഫോളോഡ് ബൈ പെയേഴ്സ് ഓഫ് വേർഡ്സ്. സെലക്ട് ദ പെയർ. അപ്പോൾ ഇത് എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അറിയണം. ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഗ്ലാഡിയേറ്റർ നിങ്ങളൊന്ന് അടിച്ചു നോക്കണം ഇതിൻ്റെ ഇമേജ് കേട്ടോ. ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ റോമിലുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ട്രെയിൻ ചെയ്തേക്കുന്നത് ഫൈറ്റ് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്തേക്കുവാണ്. വിത്ത് വെപ്പൻസ് എഗനിസ്റ്റ് അതർ മെൻ ഓർ വൈൽഡ് ആനിമൽസ് ഇൻ ആൻ അരീന. അതായത് അരീന എന്ന് പറയുന്ന പ്ലേസിൽ ഉള്ള ഒരാളാണ് ഗ്ലാഡിയേറ്റർ. ഗ്ലാഡിയേറ്റർ എന്ന് വെച്ചാൽ ഒരു ഏൻഷ്യൻ്റ് റോമിലുള്ളൊരു പേരാണ് ഗ്ലാഡിയേറ്റർ. എന്ന് വെച്ചാൽ വെപ്പൻസൊക്കെ ഉപയോഗിച്ച് തൻ്റെ ശത്രുക്കളെയും അതുപോലെ തന്നെ ആനിമൽസിനെയും ഒക്കെ നേരിടുന്ന ഒരാളാണ് ഗ്ലാഡിയേറ്റർ. അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്ന് വെച്ചാൽ ഒരാളാണ്. ഇനിയും അരീന എന്ന് പറയുന്നത് എവിടെയാണോ ഗ്ലാഡിയേറ്റർ ഈ ഫൈറ്റൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് ആ ഒരു പ്ലേസിനെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് ഇത് നടക്കുന്നത് അപ്പം ഗ്ലാഡിയേറ്റർ, ഇപ്പം ഈ ഒരു ഫൈറ്റ് നടക്കുന്ന പ്ലേസാണ് അരീന. അപ്പോൾ ഇവിടെ ആ ചെയ്യുന്നതും അതുപോലെ തന്നെ ആ പെർഫോമൻസ് ചെയ്യുന്ന പ്ലേസുമാണ് കാണിച്ചത്. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണെന്ന് വിചാരിക്കുക. ഒരു ഫൈറ്റ് ചെയ്യുന്ന ആൾ, അത് ചെയ്യുന്ന സ്ഥലം അരീന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്താൽ ലോയർ എന്ന് വെച്ചാൽ, ലോയർ നമുക്കറിയാമല്ലോ, വക്കീൽ പ്രാക്ടീസ് ചെയ്യുന്നത് കൗണ്ടർ റൂം എന്നുള്ളത്. അതൊക്കെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ജോബാണ്. അപ്പം അത് രണ്ടും ഏതായാലും വരാൻ ചാൻസ് ഇല്ല. പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കമ്പ്യൂട്ടറും ട്രെയിനും. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ എപ്പോഴും ജോലിക്കൊക്കെ വേണ്ടി ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള അർത്ഥമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കാരണം ഡാൻസ് ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു? സ്റ്റേജിൽ ചെയ്യുന്നു. അപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്യുന്നു എവിടെ ചെയ്യുന്നു? ഓൺ ദ സ്റ്റേജ്. ഇത് പെർഫോമൻസ് ആണ്. ഇതും ഗ്ലാഡിയേറ്റർ അരീന. അപ്പോൾ ഗ്ലാഡിയേറ്റർ ഫൈറ്റ് ചെയ്യുന്നു അരീന എന്നുള്ള പ്ലേസിൽ, ഡാൻസർ ഡാൻസ് ചെയ്യുന്നു, ഒരു പെർഫോമൻസ് ആണ്, ദാറ്റ് ഈസ് ഓൺ സ്റ്റേജ് കേട്ടോ. 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗേറ്റിന് ക്വസ്റ്റ്യൻസ് എനിക്കൊന്നും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതായിട്ടാണ് അറിയാവുന്നത്. CSIRന് റിപ്പീറ്റേഷൻസ് വളരെ കുറവാണ്. എന്നുവെച്ചാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരാനായിട്ടുള്ള ചാൻസ് ഒന്നുമില്ല. ഓക്കെ, എ കോർട്ട് ഈസ് ടു ജഡ്ജ് ആസ് ഡാഷ് ഈസ് എ ടീച്ചർ. കോർട്ട് ഈസ് ടു ഓക്കെ അതായത് കോർട്ട് എന്ന് പറയുന്നത് കോർട്ടിൽ ജഡ്ജാണ് മെയിനായിട്ടുള്ള ആൾ. ആസ് ഡാഷ് ഈസ് എ ടീച്ചർ. അങ്ങനെ അതായത് കോർട്ടിൽ ജഡ്ജാണുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ ടീച്ചറുള്ളത്. ശരിയല്ലേ? അപ്പോൾ 2019 ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കിയേ, പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനെ കാണിക്കുന്നു. ദ ക്വസ്റ്റ്യൻ ബിലോ കൺസിസ്റ്റ് ഓഫ് എ പെയർ. അപ്പോൾ പ്രിയാമ്പിൾ പഠിച്ചിട്ടുണ്ടോ? പ്രിയാമ്പിൾ നമ്മൾ ഡിഗ്രിക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നൊരു മിസ്സൊക്കെ പഠിക്കുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു ഡിഗ്രിക്ക്. നിങ്ങൾക്കുണ്ടോ ഇല്ലയോ, ഇപ്പോഴും ഉണ്ടോ എനിക്കറിയില്ല. ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻസിനെ ബേസ് ചെയ്ത് പഠിക്കും. അപ്പോൾ അതിൽ വരുന്നതാണ് പ്രിയാമ്പിൾ. അല്ലെങ്കിൽ തന്നെ നോർമലായിട്ടുള്ള ഒരു പൗരൻ അറിയായിരിക്കും പ്രിയാമ്പിൾ എന്താണെന്ന്. പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനെ നമ്മൾ പറയുന്നതാണ്. പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ആമുഖം. നമ്മൾ ഓരോ ടെക്സ്റ്റിനൊക്കെ ഇൻട്രൊഡക്ഷൻ കാണില്ല, അത് എന്തിനെക്കുറിച്ചാണെന്ന്. അപ്പോൾ അതാണ് പ്രിയാമ്പിൾ. ആ വേർഡ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡാണ് പ്രിയാമ്പിൾ കേട്ടോ. അപ്പോൾ പ്രിയാമ്പിൾ നിന്നെ എവിടെ കേട്ടാലും ദാറ്റ് ഈസ് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ദ ബുക്ക് ഓർ ദ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നാണ്. അപ്പോൾ ആമുഖം ആരുടെ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അങ്ങനെയാണ് തന്നേക്കുന്നത്.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. ഇതിൽ നിന്ന് കണ്ടെത്തണമെങ്കിൽ ഇതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ അറിയണം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നോക്കിയേ, പ്ലോട്ട്, അതായത് പ്ലോട്ട് സ്റ്റോറി അല്ല, അതായത് പ്ലോട്ട് സ്റ്റോറി അല്ല ഇൻ ദ സെൻസ് പ്ലോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയുടെ ആമുഖമല്ല. പ്ലോട്ട് എന്ന് പറയുന്ന ആ സ്ക്രിപ്റ്റ് മൊത്തമായിട്ടുള്ളൊരു പ്ലോട്ട്. എപ്പിസോഡ് എന്നാണ്, ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. വെറുതെ എപ്പിസോഡും സീരിയലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. പ്രൊലോഗ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇൻട്രൊഡക്ഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഞാൻ മിസ്സ് പറഞ്ഞത്, ഒരു മിനിറ്റ്, അപ്പോൾ ഇത് ഇൻട്രൊഡക്ഷനാണ്. അപ്പം ഇതിന് വേണ്ടിയാണ് മിസ്സ് പറഞ്ഞത് ഓരോ വേർഡ്സിൻ്റെയും സിനോണിംസ് എഴുതാനായിട്ട്. അപ്പോൾ പ്രൊലോഗിൻ്റെ സിമിലാരിറ്റി എന്ന് വെച്ചാൽ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇത് നോക്കൂ, 2013 ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ എന്ന് പറയുന്നത് പൈപ്പ് എന്നാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ്? കാർ ടു റോഡ്, ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ, ബി എഴുതിയിരിക്കുന്നത്, ഇലക്ട്രിസിറ്റി വയർ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്, സി ബീച്ച്. ഇതൊന്ന് ചെയ്തേ മക്കളെ. നോർമലായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വാട്ടർ പൈപ്പുണ്ട്, പൈപ്പിൽ കൂടെ വെള്ളം പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റി വയറിൽ കൂടെ പോകുന്നു. അപ്പോൾ ഓപ്ഷൻ ബി. ഇനി അടുത്ത് നോക്കിയേ, ഇനിയും തൊട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മക്കളൊന്ന് പോസ് ചെയ്തിട്ട് എഴുതി വെച്ച് നോക്കുക. ഇപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലായല്ലോ എങ്ങനെയാണ് വരിക എന്ന്. ഇനി മെഡിസിൻ ഹെൽത്തിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പെയർ ഓഫ് കാര്യങ്ങൾ കാണിക്കാനാണ് പറയുന്നത്. അപ്പം മെഡിസിൻ എന്ന് പറയുന്നത് മെഡിസിനും ഹെൽത്തും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റ് ആണ്. വെൽത്ത് പീസ് ഇതല്ല ഏതായാലും, ഇതിപ്പോൾ നമ്മൾ പറയും വെൽത്ത് പീസാണ്, ഓക്കെ, അതല്ല ഏതായാലും. മണി ഹാപ്പിനെസ് അതാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നിൽക്കുന്നത്. മെഡിസിൻ എന്ന് പറയുന്ന മരുന്ന്, ഹെൽത്ത് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ ഇപ്പം ഞാനൊന്ന് നോക്കട്ടെ, ഹെൽത്ത് എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന ഒരു ഐറ്റം ആണെന്ന് വിചാരിക്കാം മെഡിസിൻ. അങ്ങനെയാണെങ്കിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നൊരു കാറ്റഗറി വരുന്നൊരു ഐറ്റം ആണോ സയൻസ്? അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ നോളജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റില്ലേ? ഇത് മിസ്സ് വെറുതെ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നോർമലി ഒരാൾക്ക് ഇത് രണ്ടിൻ്റെ ഓപ്ഷൻ ഡൗട്ട് വരും. എന്നാലും എഡ്യൂക്കേഷനും നോളജുമാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, എഡ്യൂക്കേഷൻ ആൻഡ് നോളജ്. ഇപ്പോൾ സയൻസ് നമുക്ക് ജനറലൈസ് ചെയ്ത്, എക്സ്പെരിമെൻറ്റ് ജനറലൈസ് ചെയ്ത് സയൻസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹെൽത്തിലെ ഒരു ഘടകമാണ് മെഡിസിൻ എന്ന് പറയുന്നത്, നോളജിലെ ഒരു ഘടകമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ 2013 ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ മിസ് നേരത്തെ പറഞ്ഞുല്ലോ, ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏതായിരുന്നു? മറ്റേ കൗണ്ടർ ഫിറ്റ്, അതായത് ഗുഡ്, എവിൽ, ജെനുവിൻ, അങ്ങനെയുള്ള അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയാടാ, ചിൽഡ്രൻ എന്ന് വെച്ചാൽ പീഡിയാട്രീഷ്യനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിമിലർ വേർഡ്സ് നമ്മൾ നോക്കണം. ഓക്കെ, സിമിലർ വേർഡ് ഞാൻ കൊടുത്തിട്ടില്ല. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ചിൽഡ്രൻ പീഡിയാട്രിക്കിനെയാണ്, കുറച്ച് ഓപ്ഷൻസ് മാറിയും മറിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലുണ്ടായിരുന്ന ഒരെണ്ണമാണ് ഫീമെയിൽ കാണിക്കുന്നത് ഗൈനക്കിനെ എന്നുള്ളൊരു കേസാണ്. പക്ഷേ ഇത് നമ്മൾ ഫീമെയിൽസ് ഗൈനക്കോളജിസ്റ്റിന്, അപ്പം നമ്മൾ വിചാരിക്കും ഫീമെയിൽസിന് വേറെ അസുഖങ്ങളൊന്നും ഇല്ലേ എന്ന് അങ്ങനെ ഒരു കണ്ണിൽ ഇതിനെ കാണരുത്. കാരണം ഫീമെയിൽസിന് കാണാനുള്ളതാണല്ലോ. അപ്പോൾ ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ആണല്ലോ ഗൈനിക് എന്ന് പറയുന്ന ആൾ ഡീൽ ചെയ്യുക. അപ്പോൾ ഫീമെയിൽസിന് മാത്രമായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ആക്ച്വലി ഗൈനിക് എന്ന് പറയുന്നത്. അപ്പോൾ ചിൽഡ്രൻസിനെ മാത്രമേ പീഡിയാട്രിക് കാണുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ പെൺകുട്ടികളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഗൈനിക്ക് മാത്രം കാണുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് അവിടുത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ കാര്യമൊക്കെ മിസ്സ് എൻ്റെ മക്കൾ ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കൺസെപ്റ്റ് ഓർമ്മ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ 2015 ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്ത നോക്കൂ, പ്ലാന്റിങ് സീഡ് എന്ന് വെച്ചാൽ പ്ലാന്റ് ചെയ്യുവാണ് സീഡ്. അങ്ങനെയാണെങ്കിൽ റേസിങ് ഡാഷ്, ഇത് വളരെ നമ്മൾ പഴഞ്ചൊല്ലായിട്ടൊക്കെ ഇങ്ങനെ മൊഴിയായിട്ടൊക്കെ പറയുന്നൊരു കാര്യമാണ്. പ്ലാന്റിങ് സീഡ്, റേസിങ് ചിൽഡ്രൻ, റേസിങ് ചൈൽഡ്. ഇതുകൂടെ ഒന്ന് ടിക്കിട്ട് വെച്ചേക്കണേ. നമ്മൾ പറയില്ലേ പ്ലാന്റ്സ് അല്ലെങ്കിൽ വിത്തുകളെന്ന് പറയുന്നതിൻ്റെ മക്കളെ പോലെയാണ്. അതായത് സീഡ് പ്ലാന്റ് ചെയ്യാന്ന് പറയുന്നത് എന്തിനെ ഉപമിക്കുന്നു? ഒരു കുട്ടിയെ വളർത്തുന്നു. റേസിങ് വെച്ചാൽ ഉയർത്തുക അല്ലെങ്കിൽ വളർത്തുക. ഒരു കുട്ടിയെ വളർത്തുന്നതിനായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുന്നു, അതാണ് അതിൻ്റെ റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, പെർമിറ്റ് ഡാഷ് എൻഫോഴ്സ് റിലാക്സ്. അതായത് പെർമിറ്റ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പെർമിറ്റിൻ്റെ
ഓപ്പോസിറ്റും സെയിം വേർഡ്സും ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻഫോഴ്സ്, റിലാക്സ്. അപ്പോൾ നമ്മൾ ആദ്യം വേർഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എൻഫോഴ്സും റിലാക്സും തമ്മിലുള്ള റിലേഷനാണ് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എൻഫോഴ്സ് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മക്കളെ എഴുതിക്കോ, എൻഫോഴ്സ് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് മിസ്സ് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ് കേട്ടോ. ഇവിടെ നല്ല മഴ ആയതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നമുണ്ട്. ഓഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഈ ക്വസ്റ്റ്യൻ തൊട്ട് ഓഡിയോയ്ക്ക് കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻഫോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നടപ്പിലാക്കുക. മിസ് ഒരു ക്ലൂ പറഞ്ഞുതരാം. എൻഫോഴ്സ് അതായത് കുറേ ഫോഴ്സ്, കുറേ കുതിരയും കുറേ ആൾക്കാരൊക്കെ, എതിരാളികളൊക്കെ ഇങ്ങനെ വരുക. എന്തിനാണ് വരുന്നത്? ഒരു തീരുമാനം നടപ്പിലാക്കാൻ. അപ്പോൾ എൻഫോഴ്സ് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. കുറേ ഫോഴ്സായിട്ട്, കുറേ കുതിരകളും കുറേ ആൾക്കാരും ഒക്കെ ആയിട്ട്, കുറേ ബലമുള്ള ആൾക്കാരുമായിട്ട് വരുവാണ് ഒരു കാര്യം നടപ്പിലാക്കാനെന്ന് വിചാരിക്കുക. അപ്പോൾ എൻഫോഴ്സ് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. അതിൻ്റെ കൂടെ തന്നേക്കുന്ന റിലേഷൻ റിലാക്സ് ആയിട്ടിരുന്ന ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ റിലാക്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ പെർമിറ്റിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് വേണ്ടത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ആൻറ്റനം റിലേഷനാണെന്ന് മനസ്സിലായി. അതായത് ഇവർ തമ്മിലൊരു ഓപ്പോസിറ്റ് റിലേഷനാണ്. അപ്പോൾ പെർമിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതായാലും അലോ അല്ല. അലോ എന്ന് വെച്ചാൽ സെയിം തന്നെ. പിന്നെ ലൈസൻസും ആയിരിക്കത്തില്ല. റെയിൻഫോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ ശക്തിപ്പെടുത്തുക, അതുമല്ല. അപ്പോൾ ഫോർബിഡ് എന്ന് വെച്ചാൽ അലോ ചെയ്യാതിരിക്കുക. ബഹിഷ്കരിക്കുക എന്നുള്ളതല്ല. ഫോർബിഡ് അറിയാമല്ലോ, എൻ്റെ മലയാളം കറക്റ്റ് വേർഡ് മിസ്സിന് കിട്ടുന്നില്ല. അപ്പം നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളൊരു കേസാണെന്ന് വിചാരിക്കുക. ഫോർബിഡ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ റെയിൻഫോഴ്സും അതുപോലെ തന്നെ എൻഫോഴ്സും എൻ്റെ മക്കളൊന്ന് ഓർത്തോണം. രണ്ടും സെയിം വേർഡ് തന്നെ, നടപ്പിലാക്കുക, ശക്തിപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പെർമിറ്റിൻ്റെ ഓപ്പോസിറ്റ് അതാണ്. ഇനി അടുത്തത് നോക്കിയേ, കോർട്ട് എന്ന് വെച്ചാൽ എന്തിനെയാണ് കാണിക്കുന്നത്? പാർലമെൻറ്റ് ലെജിസ്ലേറ്ററിനാണ് കാണിക്കുന്നത്, വെച്ചാൽ നിയമസഭയെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോർട്ട് എന്തിനെ കാണിക്കുന്നു? കോർട്ട് ഏതായാലും ഗവൺമെൻറ്റിനെ ആയിരിക്കില്ല കാണിക്കുന്നത്. ലീഗലായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ കോർട്ട് ഇന്ന നിയമസഭ എന്ന് പറയുന്നൊരു പെർട്ടിക്കുലർ ജുഡീഷ്യറി ആയിരിക്കും കാണിക്കുന്നത്. നമുക്ക് നോർമലി അറിയാം കോർട്ട് എപ്പോഴും കറസ്പോണ്ട് ചെയ്യുന്നത് ജുഡീഷ്യറി എന്നുള്ള സിസ്റ്റം, ജുഡീഷ്യൽ സിസ്റ്റം അല്ല ജുഡീഷ്യറി. അങ്ങനെ പാർലമെൻറ്റ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ആണെങ്കിൽ കോർട്ട് എന്താണ്? ജുഡീഷ്യറി. ഇപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് നോർമലി നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് ഓർ മെനി തിങ്സ് മേ ബി യു ക്യാൻ ഏബിൾ ടു റിലേറ്റ് ദാറ്റ്. ബട്ട് അല്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് നോക്കിയടാ, റെഫറൻസ്. റെഫറൻസ് എന്ന് പറയുന്നത് ഡാഷാണ്. ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ ഇംപ്ലിമെൻ്റ് ആണ്. ഗൈഡ് ലൈൻ എന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. റെഫറൻസ് എന്താണ്? ഇഫ് യു ആർ ഫെമിലർ വിത്ത് ഓർ ഇഫ് യു ഹാവ് സം ഇൻട്രസ്റ്റ് ഇൻ റിസർച്ച് ഏരിയാസ്, ഇഫ് യു ആർ ഡൂയിങ് സം റിസർച്ച് പേപ്പർ ഓർ എനിത്തിങ്, നിങ്ങൾ MSc പ്രൊജക്റ്റിൻ്റെ സമയത്തൊക്കെ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. റെഫറൻസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനെ സൈറ്റ് ചെയ്യാന്നാണ് പറയുക. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് നോക്കണം. ഇത് ആൻസർ മിസ് എഴുതിയേക്കുന്നതാണ്. സൈറ്റ്. റെഫറൻസ് നമ്മൾ മിസ് പറയില്ലേ, നിങ്ങളോട് പറയുമല്ലോ, ഇപ്പോൾ അസൈൻമെൻറ്റ് വെക്കുമ്പോൾ നിങ്ങൾ റെഫറൻസ് കൊടുക്കണമെന്ന് പറയില്ല. നിങ്ങൾ ഏത് ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തത്, ഇപ്പോൾ ChatGPT ആണെങ്കിൽ അതിൻ്റെ റെഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് പേപ്പർ ആണെങ്കിൽ അതിൻ്റെ റെഫറൻസ്. അപ്പോൾ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ കേൾക്കുക റെഫറൻസ് എന്നാണ്. മുന്നോട്ട് വരുന്തോറും നമ്മൾ പറയുന്നതാണ് സൈറ്റേഷൻ. നിങ്ങളൊക്കെ റിസർച്ച് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ വേർഡ്സിന് ശേഷം ഇങ്ങനെ A⁻1 അല്ലെങ്കിൽ 1 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പേപ്പറിൽ നിന്നാണ് ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ് എടുത്തിരിക്കുന്നതെന്ന് അവർ സൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ സെൻറ്റൻസ് എടുത്തേക്കുന്നതെന്ന് സൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്ലേജറിസം കാണിക്കും. പ്ലേജറിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം റെഫറൻസ് എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുക? റെഫറൻസിൻ്റെ വേറൊരർത്ഥം സൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗൈഡ് ലൈൻസിൻ്റെ വേറൊരർത്ഥം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ റെഫറൻസിൻ്റെ സൈറ്റ്. കണ്ടോ, ഇപ്പോൾ ഇതാണോ എന്ന് കൺഫ്യൂഷൻ. ഇതിൻ്റെ കറക്റ്റ് വേർഡ് ഏതാണെന്ന് നമുക്ക് വേർഡ് മീനിങ് ആണ്, സ്പെല്ലിംഗ് ആണ് നോക്കേണ്ടത്. ഇത് 2013 ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് നോക്കി, ഇജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പുറന്തള്ളുക, ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചാൽ അഡ്വാൻസ്, അങ്ങനെയാണെങ്കിൽ ഡാഷ്. ഒരു മിനിറ്റ്. ഇജക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അഡ്വേഴ്സിൻ്റെ. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിയ മക്കളെ, അഡ്വാൻസ്. നോക്കിയ മക്കളെ, ഇത് രണ്ടും ഏതായാലും ഓപ്പോസിറ്റാണ്. ഇജക്റ്റ് വെച്ചെന്നാൽ പുറന്തള്ളുക, ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചാൽ അകത്തേക്ക്. അപ്പോൾ അഡ്വാൻസിൻ്റെ ഓപ്പോസിറ്റ്. അഡ്വാൻസ് എന്ന് പറയുന്നത്
ഏതായാലും അഡ്വാൻസ് ആയിട്ടുള്ളൊരു കാര്യം ഓപ്പോസിറ്റ് പ്രോഗ്രസ് വരാൻ ചാൻസ് ഇല്ല, അഡ്വാൻസ് ലോൺ വരാൻ ചാൻസ് ഇല്ല. പിന്നെ അഡ്വെൻറ്റും റിട്രീറ്റും ആണ് ചാൻസ്. അഡ്വെൻ്റ് എന്ന് വെച്ചാൽ വരവ്. എന്താടാ അഡ്വെൻ്റ് എന്ന് വെച്ചാൽ വരവ്. ഇപ്പോൾ റിട്രീറ്റ് ആണ് കേട്ടോ അഡ്വാൻസിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്, റിട്രീറ്റ് പിൻവാങ്ങുക. അപ്പോൾ ഇതും ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 2023 നമ്മൾ ഇഫ് വി ആർ നോട്ട് ഫെമിലർ വിത്ത് സച്ച് വേർഡ്സ് വി കുഡിൻറ്റ് ഏബിൾ ടു ഡു ഇറ്റ്. നമ്മൾ ഫെമിലറൈസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. മിസ് ഇപ്പോൾ ഏതായാലും ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നു, ബാക്കിയൊക്കെ എൻ്റെ മക്കൾ ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടെ പഠിക്കുന്നു. അപ്പോൾ ഉണ്ടോ ഇതിൻ്റെയെങ്കിലും വേർഡ്സിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. അഡ്വെൻ്റ് എന്ന് വെച്ചാൽ വരവ്, റിട്രീറ്റ് എന്ന് വെച്ചാൽ പിൻവാങ്ങുക. ഇപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ എൻഫോഴ്സ് പറഞ്ഞാലും മിസ്സൊരു എക്സാമ്പിൾ പറഞ്ഞാൽ റിട്രീറ്റ്. നമ്മളോട് ആരെങ്കിലും ഒരാൾ പറയുകയാണ് നീയാണ് ഇന്ന് ട്രീറ്റ് ചെയ്യേണ്ടത്, ട്രീറ്റ് തരണം കേട്ടോ, നിൻ്റെ കയ്യിലെ പൈസയൊക്കെ കാണുമെങ്കിൽ നീ നമുക്ക് ട്രീറ്റ് തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നൈസായിട്ട് അവിടെ നിന്ന് പിൻവാങ്ങും. നൈസായിട്ട് അവിടെ നിന്ന് എന്താ പറയുക, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തായിരിക്കും? എനിവേ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഊരിപ്പോരും. അപ്പം ട്രീറ്റ് എന്നൊരു വാക്കുണ്ടെങ്കിൽ നമ്മൾ പിൻവാങ്ങുക എന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ അഡ്വെൻ്റ് എന്ന് വെച്ചാൽ വരവ്. അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലൂ പഠിക്കുക കേട്ടോ. അപ്പോൾ റിട്രീറ്റ് എന്ന് വെച്ചാൽ എന്താ? പിൻവാങ്ങുക. ഓക്കെ, അപ്പോൾ അഡ്വാൻസിൻ്റെ ഓപ്പോസിറ്റാണ് പിൻവാങ്ങുക, റിട്രീറ്റ്. ഓക്കെ, ഇനിയും ദിസ് ഈസ് ആക്ച്വലി സംതിങ് ഗുഡ്. കൈൻഡ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒഫൻഡ്, സെൽഡം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒഫൻഡ് എന്ന് വെച്ചാൽ എപ്പോഴും, പലപ്പോഴും. ഐ ഒഫൻ ബ്രഷ് മൈ ടീത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും പല്ല് കേൾക്കാറുണ്ട്, ഞാൻ പലപ്പോഴും മാർക്കറ്റിൽ പോകാറുണ്ട്, പലപ്പോഴും ചെയ്യാറുണ്ട്. സെൽഡം എന്ന് വെച്ചാൽ അപൂർവമായിട്ട്, വല്ലപ്പോഴും ഒക്കെ. സെൽഡം എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കൊടുത്തേക്കുന്നത്. ഒഫൻ എന്ന് വെച്ചാൽ എപ്പോഴും, അതിൻ്റെ ഓപ്പോസിറ്റാണ്, ഒഫൻ്റെ ഓപ്പോസിറ്റാണ് സെൽഡം എന്ന് ഓർക്കുക കേട്ടോ. സെൽഡം എന്ന് വെച്ചാൽ അപൂർവമായിട്ട്, ഓഫൻ എന്ന് വെച്ചാൽ എപ്പോഴും. അപ്പോൾ കൈൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചേക്കുന്നത്. കൈൻഡിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ക്രൂവൽ. കൈൻഡേർഡ് എന്ന് വെച്ചാൽ ബന്ധുക്കൾ എന്നാണ് കേട്ടോ അർത്ഥം. ഇതും പുതിയൊരു വേർഡാണെന്ന് തോന്നുന്നു അല്ലേ? ചിലപ്പോൾ അറിയാമായിരിക്കും, എന്നാലും കൈൻഡേർഡ്. ഇപ്പോൾ കൈൻഡ് റെഡ്. ഇപ്പോൾ ഇതിവിടെ മിസ്സ് പറഞ്ഞുതരാം കേട്ടോ. കൈൻഡ് റെഡ് വളരെ കൈൻഡ് എന്ന് വെച്ചാൽ ഭയങ്കര കൈൻഡായിട്ടുള്ള ആൾക്കാർ. റെഡ് എന്ന് വെച്ചാൽ ചുവപ്പ് എന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക, നമ്മൾ പറയില്ലേ യക്ഷിക്കണ്ണ് എന്നൊക്കെ, ചുവന്ന കണ്ണുകളെന്നൊക്കെ. അപ്പോൾ നമ്മളൊരു പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും പോകാൻ പഠിക്കുന്നത് നമ്മുടെ ബന്ധുക്കളുടെ അടുത്തേക്കൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര മുതിർന്ന ആൾക്കാരുടെ അടുത്തേക്കായിരിക്കും. കാരണം ജോലി ആയില്ലേ, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണോ, കിട്ടുമോ ഇല്ലേ, അപ്പം നമുക്ക് പുറമേ തോന്നും ഭയങ്കര കൈൻഡായിട്ടുള്ള ആൾക്കാരാണെന്ന്. പക്ഷേ എന്താണ്, അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലേ? അങ്ങനെയുള്ളവരാണ് ചിലപ്പോൾ നമ്മൾ പറയുക ബന്ധുക്കളെന്നൊക്കെ. നമ്മൾ ചുമ്മാ പഠിക്കാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർക്കുക. അപ്പോൾ കൈൻഡ് റെഡ് എന്ന് വെച്ചാൽ ആക്ച്വലി ബന്ധുക്കൾ എന്നുള്ളൊരു, പക്ഷേ അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം കൈൻഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് ക്രൂവൽ. അപ്പോൾ ഈ വേർഡിൻ്റെ ആ മീനിങ് പഠിക്കാൻ വേണ്ടി മിസ് ഒരു ക്ലൂ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുടെ ഒക്കെ മീനിങ് നമുക്ക് ഓൾറെഡി അറിയാം. വേഗം പോവാം. അടുത്തത് കവർ എന്ന് വെച്ചാൽ കവറിൻ്റെ ഓപ്പോസിറ്റാണ് അൺകവർ. അങ്ങനെയാണെങ്കിൽ അസോസിയേറ്റ് ആണ്. അസോസിയേറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്യുക. ഇത് നോർമലി ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണ് അറിയാം. ഡിസോസിയേറ്റ് എനർജി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം കൂട്ടി യോജിച്ച് നിൽക്കുന്നതിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന എനർജിയാണ് ഡിസോസിയേറ്റ്. അപ്പം അതായത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതിനെ ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് 2020 ക്വസ്റ്റ്യൻ ആണ്. ഇനി പാർഷ്യൽ എന്ന് വെച്ചാൽ ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പാർഷ്യൽ എന്ന് വെച്ചാൽ നിഷ്പക്ഷമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. പാർഷ്യലും ഇൻപാർഷ്യലും എന്താണെങ്കിലും ഓപ്പോസിറ്റാണെന്ന് കാണുമ്പോഴേ അറിയാം. പോപ്പുലർ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ. അതിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്പോപ്പുലർ. അപ്പോൾ ഓർത്ത് നോക്കുക, ഇംപോപ്പുലർ എന്ന് പറയില്ല, മിസ് പോപ്പുലർ എന്നും അൺപോപ്പുലർ എന്നും പറയില്ല, ഡിസ് ആണ് പറയാം. ഡിസ്പോപ്പുലർ, ഡിസ് അസോസിയേറ്റ് എന്നൊക്കെയാണ് പറയുക. ഇനി നോക്കിയാടാ, കുക്ക് അങ്ങനെയാണെങ്കിൽ ഫ്ലൈ. അതായത് ഇത് നമ്മൾ വേണമെങ്കിൽ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്ക് അതായത് കുക്കാണ്. അപ്പോൾ അതെന്താണെന്ന് ആദ്യം മനസ്സിലാവില്ല. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഫ്ലൈയിങ്, അപ്പോൾ ഇതെല്ലാം ഒരു ഫ്ലൈ എന്ന് പറയുന്ന ഒരു വേർബിൻ്റെ, അല്ലെ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ക്രിയയുടെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും അറിയത്തില്ലേ, ഞാനൊന്ന് നോക്കട്ടെ ഒരു മിനിറ്റ്. കുക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാസ്റ്റ് കുക്ക്ഡ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി അതിൻ്റെ പ്രസൻറ്റ് കുക്കിംഗ് എന്ന് പറയാൻ പറ്റും. അതിൻ്റെ ഫ്യൂച്ചർ നമുക്ക് കുക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ ഇതേതായാലും കുക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഇതേതായാലും എന്താ പറയുക, പ്രസൻറ്റ് പാസ്റ്റ് ടെൻസിലല്ല എഴുതിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അർത്ഥം കുക്ക് എന്ന് വെച്ചാൽ ഒരു ജോബാണ് കൊടുത്തേക്കുന്നത്. കുക്ക് എന്ന് പറയുന്നൊരു പേഴ്സൺ, ഒരു ജോബ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഫ്ലൈ ചെയ്യുന്ന ആളെ നമ്മൾ ഫ്ലയർ എന്നാണ് പറയുക.
ഫ്ലൈയിങ് എന്ന് പറയുന്ന ഒരു ക്രിയയാണ്, അതായത് ഫ്ലൈയുടെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഫ്ലയർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ടു ഡൂ ഇറ്റ്. അപ്പോൾ പുതിയ വേർഡ് നോക്കിക്കോടാ, ഫ്ലയർ. ഫ്ലൈ എന്ന് വെച്ചാൽ പറക്കുക, ER ചേർത്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആളായി, ഫ്ലയർ. ഇനിയുണ്ടോ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് എഴുതാൻ മറന്നുപോയോ? ഒരു ഗേറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. 2019 ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ 2019 ചോദിച്ചു. ഇതാണിത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബിൽഡ് ബിൽഡിംഗ്. ING ഉണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ബിൽഡ് ബിൽഡിങ്ങിനെ കാണിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഗ്രോ എന്തിനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ബിൽഡ് ബിൽഡിങ്ങിനെ ഷോ ചെയ്യുന്നു. ഗ്രോ എന്താണ്? ഗ്രൂ അല്ല, പാസ്റ്റ് ആണ്. ഗ്രോൺ അല്ല, ഗ്രോഡ് അല്ല, ഗ്രോത്ത് ആണ് കേട്ടോ. ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. ബിൽഡ് ബിൽഡിങ്ങിനെ കാണിച്ചാൽ ഗ്രോത്തിനെ കാണിക്കുന്നു. ഓക്കെ, ഇനിയാണ് നമ്മുടെ സ്വന്തം കാര്യത്തിലോട്ട് നമ്മൾ കടക്കുന്നത്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് CSIR ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ പറയും ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നോക്കിക്കേ, ഇത് നിങ്ങൾ തന്നെ ചെയ്യണം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, സോൾവ് ചെയ്യുക. ആൻസർ മിസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഗവർണർ സ്റ്റേറ്റിനെ കാണിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിലേതിൽ ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ്. അപ്പോൾ ഗവർണർ എന്ന് പറയുന്നത് എന്താ പറയുക, ഹെഡാണ്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ബോഡിയാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഹെഡാണ് ഗവർണർ. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇവിടെയാണ് ട്രാപ്സ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ ട്രാപ്പ് നോക്കിക്കോണേ. ഗവർണർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതൊരു ഹെഡായിട്ടുള്ള ഒരാളാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ബോഡിയാണ്. ഷിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബോഡിയാണ്, അതിലെ ഒരാളാണ്, ഹെഡാണ് ആൾ എന്ന് വെച്ചോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഹെഡും ബോഡിയുമാണ്, പക്ഷേ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോഡിയും ഹെഡുമാണ്. ഒരിക്കലും ഇത് ശരിയാവില്ല. അതായത് അതാണ് ഞാൻ കോമൺ ട്രാപ്പ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇതിൽ വരാൻ പോകുന്ന ചതികളാണ്. റിവേഴ്സിങ് ഡിറക്ഷൻ. ഐറ്റം കാറ്റഗറി എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ കാറ്റഗറി ഐറ്റംന്ന് തിരിച്ച് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും പറ്റില്ല. റിവേഴ്സിങ് ഡയറക്ഷനിലേക്ക് നോക്കുകയോ ചെയ്യരുത്. ബോഡിയും ഹെഡുമാണ് ക്വസ്റ്റ്യനെങ്കിൽ ഓപ്ഷനിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സാധനത്തിൻ്റെ ഹെഡ് ടു ബോഡി എന്ന് തന്നാൽ അത് അല്ല, അങ്ങനെ റിവേഴ്സ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഏതായാലും ഓപ്ഷൻ A അല്ല. പിന്നെ നോക്കിയേ, സ്റ്റുഡൻറ്റ് ടീച്ചർ. ഇതേതായാലും ഹെഡ് ബോഡി. സ്റ്റുഡൻ്റ് അല്ല ഏതായാലും ടീച്ചറിൻ്റെ ഹെഡ്. ജയിലും പ്രിസണറും അല്ല. അപ്പം അഡ്മിറലും നേവിയുമാണ്. അഡ്മിറൽ എന്ന് പറയുന്നത് ആരാന്നറിയോ? സീനിയർ കമാൻഡർ ഓഫ് എ ഫ്ലീറ്റ് ഓർ നേവി. ഓക്കെ, അപ്പം ഇത് ഹെഡാണ്, ഇത് ബോഡിയാണ്. അങ്ങനെ അഡ്മിറൽ എന്ന് വെച്ചാൽ ബോഡി. നേവി എന്ന് പറയുന്ന ബോഡിയുടെ ഹെഡിനെയാണ് അഡ്മിറൽ എന്ന് പറയുന്നത് കേട്ടോ. അഡ്മിറൽ എന്ന് വെച്ചാൽ ഹെഡാണ്. ബോട്ടണി ഈസ് ടു പ്ലാന്റ്സ്. അങ്ങനെയാണെങ്കിൽ ഫിലോസഫിയാണ് കേട്ടോടാ, ഫിസിക്സ് ഒന്നുമല്ല, ഇത് ഫിലോസഫിയാണ്. ബോട്ടണി പ്ലാന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഫിലോസഫി എന്തിനെ കുറിച്ച് കണ്ടോ, ഇത് 2024 ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ക്വസ്റ്റ്യനും 2019 അതായത് ഒരു മിനിറ്റ്. CSIRൽ ആദ്യം ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യം ആയിട്ട് ചോദിച്ചത് 2019 ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്നാണ് തുടക്കം. പിന്നെ 2024 25 ചോദിച്ചിട്ടുണ്ട് ഈ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പം ബോട്ടണി പ്ലാന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഫിലോസഫി എന്തിനെക്കുറിച്ചാണ്? ഫിലോസഫി ആക്ച്വലി ഐഡിയസിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. റിലീജിയസ് അല്ലെന്ന് നമുക്ക് എന്താണെങ്കിലും അറിയാം, പൊളിറ്റിക്സും അല്ല. പിന്നെ ഇത് രണ്ടുമായിരിക്കും ഡൗട്ട്. റെഗുലേഷൻസ് അല്ല, ഐഡിയാസിനെ കുറിച്ച്. അപ്പോൾ ഫിലോസഫി നോക്കിയേ, ഫിലോസഫി പറയാമെന്ന് വെച്ചാൽ ഐഡിയാസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഇനി മാൻ എന്ന് പറയുന്നത് ക്രൗഡിനെ കാണിക്കുന്നു, അങ്ങനെയാണ് ട്രീ. മാൻ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യർ കൂടി നിന്നാൽ ക്രൗഡ് എന്ന് പറയുന്നു. ഗ്രൂപ്പ് ഓഫ് ട്രീ കൂടി നിന്നാൽ ഫോറസ്റ്റ് എന്ന് പറയുന്നു. കണ്ടോ, 2025 ചോദിച്ചാൽ വെറുതെ ഭയങ്കര സിമ്പിളാണ്. 2 മാർക്കാണ്. CSIRന് എത്രയാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അത്രയും മാർക്ക് കിട്ടും. ഇനി സ്ക്രിപ്റ്റ് ഡയറക്ടർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സ്ക്രിപ്റ്റ് ഡയറക്ടർ ആണെങ്കിൽ ഷെഫ് എന്തായിരിക്കും? ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഡയറക്ടർ, അങ്ങനെയാണെങ്കിൽ ഷെഫ് എന്തായിരിക്കും? ഷെഫ്, മെനു, റെസിപ്പി, റെസ്റ്റോറൻറ്റ്, പിന്നെ മീൽ. ഏതായാലും സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നാൽ ഡയറക്ടർ അതിൽ വർക്ക് ചെയ്യുന്നു. മെനു കൊണ്ടുവന്നാൽ ഷെഫിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. റെസ്റ്റോറൻറ്റ് കൊണ്ടുവന്നാൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നതിൽ ഇരുന്ന് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലാതെ അതിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. മീലും അല്ല, റെസിപ്പി. അതായത് ഒരു സ്ക്രിപ്റ്റിൽ എങ്ങനെയാണോ ഒരു ഡയറക്ടർ വർക്ക് ചെയ്യുന്നത്, അതുപോലെ റെസിപ്പിയിൽ ഇരുന്നുകൊണ്ട് ഷെഫ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. 2023 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി ബോൾ ഈസ് ടു സ്പോർട്ട്. അതായത് ബോൾ സ്പോർട്സിനാണെങ്കിൽ ഡാഷ് ഈസ് ടു മ്യൂസിക്. വെരി സിമ്പിൾ. പിയാനോ ഈസ് ടു മ്യൂസിക്. ഓക്കെ. പിന്നെ ഗ്രാമഫോൺ എന്നുണ്ട് ഓപ്ഷൻ D. ഗ്രാമഫോൺ വരില്ല, കാരണം ഗ്രാമഫോൺ എന്താണ്? അത് പാട്ട്
കേൾക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ബോൾ സ്പോർട്സിന് ഉപയോഗിക്കുന്നു, പിയാനോയും സോങ്ങിന് ഉപയോഗിക്കുന്നു. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. കറി ഈസ് ടു സ്പൈസി ഡാഷ് ഈസ് ടു കളർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മാർക്കറ്റ്. കറി ഈസ് ടു സ്പൈസി എന്ന് വെച്ചാൽ കറിയിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സ്പൈസ് എന്ന് പറയുന്നത്. അതുപോലെ കളറെന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് എവിടെയാണ് കാണുന്നത്? ക്യാൻവാസിൽ നമ്മൾ കളറിനെ അല്ല സ്പെസിഫൈ ചെയ്ത് കാണുന്നത്. അല്ലെങ്കിൽ ക്യാൻവാസ് ശരിക്കും കളർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ നേരത്തെ ഡാൻസർ സ്റ്റേജ് ഉപയോഗിക്കുന്ന പോലെ തന്നെ കളറുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് കറിയിലുള്ള ഒരു സ്പെസിഫിക് കാര്യമാണ് സ്പൈസ്. അതുപോലെ കളറിലുള്ളത് എന്താണ്? ബ്രഷ് എന്ന് പറയാൻ പറ്റില്ല. ബ്രഷ് നമ്മൾ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. കറിയും സ്പൈസ് ഏതായാലും ടൂളായിട്ട് പറയാൻ പറ്റില്ല. കറിയിലിടുന്ന ഒരു ടൂളല്ല സ്പൈസ് കേട്ടോ. അതൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് മാത്രമേ വിചാരിക്കാവൂ. ബ്രൈറ്റ്നസ്സും അല്ല, പെയിൻറ്റിംഗ് ആണ്. പ്ലീസ് മാർക്ക് ദിസ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ആക്ച്വലി ഫ്രം 2024 ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം കളർ എന്ന് പറയുന്നത് എന്താണ്? പെയിൻറ്റിംഗ് ആണ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി പെയിൻറ്റിങ്. എനിവേ അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല, ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ 2025 ഇപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഫുൾ ക്വസ്റ്റ്യൻസ് നോക്കിയെന്ന് തോന്നുന്നു. 2019 24, 25 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് CSIRൻ്റെ. പിന്നെ ഗേറ്റിൻ്റെ ആണ് കൂടുതൽ. ഗേറ്റിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്? ആൻറ്റനംസും സിനനംസും. ഇഫ് യു ആർ ട്രൈ ടു അറ്റൻഡ് ഗേറ്റ്, യു ഹാവ് ടു ലേൺ അബൌട്ട് ദിസ്. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ഇന്ന് തൊട്ടാണ് തുടങ്ങുക. ഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻ 28 ഓഗസ്റ്റാണ് തുടങ്ങുക. മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇന്ന് തൊട്ട് തുടങ്ങും. ഇനി സെപ്റ്റംബറിൽ ഒരു പെർട്ടിക്കുലർ വീക്ക് വരെ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നവർക്ക് അഡീഷണൽ ഒരു 500 റുപ്പീസും കൂടെ കൂടിയിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ആദ്യം തന്ന സ്റ്റേറ്റ് റിലേറ്റഡ് പ്രോബ്ലത്തിൻ്റെ ആൻസറൂടെ ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. താങ്ക് യു.